പ്രിയമുള്ളവരെ, ഏറെ നാളത്തെ നമ്മുടെ ഒരു കാത്തിരിപ്പാണ് നമ്മുടെ പഞ്ചായത്തിന്റെ, നമ്മുടെ എല്ലാവരുടെയും വികസനങ്ങളുടെ ഒരു സ്വപ്നമാണ് ഗ്ലോബൽ സിറ്റി എന്നുള്ളത്. അതിന്റെ വലിയ പ്രതിസന്ധികളെല്ലാം നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ഥലം വിട്ടുകൊടുത്ത ആളുകളടക്കം അതിന്റെ കാശിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് വേണ്ടി മുമ്പോട്ട് വന്നിട്ടുള്ളൂ. അതിന് കാലതാമസം ഉണ്ടായത് നമുക്കറിയാം. എന്നിരുന്നാൽ ഒരു പ്രതീക്ഷ ഈ ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു. ഈ പദ്ധതി ഉറപ്പായിട്ടും പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടായതാണ്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു വികസന പ്രവർത്തനം കൂടിയാണ് ഈ ഗ്ലോബൽ സിറ്റി യാഥാർത്ഥ്യമായി നമുക്കുണ്ടാകുക. മലയോര പഞ്ചായത്ത് എന്നുള്ളത് മാറി ഇപ്പൊ നമുക്കറിയാം, പത്രങ്ങൾ നമ്മൾ കണ്ടതുപോലെ മെട്രോ അടക്കം അതിന്റെ അടക്കം 3ാം ഘട്ടം ഇവിടേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ആശങ്കകൾക്ക് അറുതി വരുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് തുടങ്ങും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഞാൻ കൂടുതൽ MLA എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗം സംസാരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പി രാജീവാണ്. ഏറ്റവും സ്നേഹത്തോടുകൂടി മന്ത്രിയെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ എത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടറെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മുൻ മന്ത്രിയായിട്ടുള്ള അധ്യക്ഷ പ്രസംഗത്തിനായി MLA ക്ഷണിക്കുകയാണ്. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, ഏറെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. അയ്യമ്പുഴയും അതുപോലെ തന്നെ എടപ്പാടിയും മാത്രമല്ല, നമ്മുടെ നാടൊന്നാകെ കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് അയ്യമ്പുഴ ഗ്ലോബൽ സിറ്റി പദ്ധതി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം 5 വർഷത്തോളമായി ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും അതിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇവിടെ ഈ പദ്ധതി തുടക്കത്തിൽ ഈ പദ്ധതി പ്രഖ്യാപിക്കുകയും അതിന്റെ നടപടിക്രമങ്ങളുമൊക്കെയായി മുന്നോട്ട് പോയപ്പോൾ അന്ന് പലതരത്തിലുള്ള ആശങ്കകൾ ഇവിടെ പ്രദേശവാസികൾക്ക്, സ്ഥലമുടമകൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ തന്നെ പലതരത്തിലുള്ള ശബ്ദങ്ങളും, പ്രത്യേകിച്ച് അതുമായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ആ പദ്ധതിയെ സംബന്ധിച്ച് അതിന്റെ ആവശ്യകത, കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും നിരവധി തവണ നമ്മൾ കിൻഫ്രയുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിൽ നിന്ന് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളും മറ്റ് ഇവിടുന്ന് ജനപ്രതിനിധികളും ഒക്കെയായി, അതുപോലെ തന്നെ ഇവിടെ അന്ന് സമരമൊക്കെ ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ നേതൃത്വം വഹിച്ചിരുന്ന ആളുകൾ, അങ്ങനെ എല്ലാവരുമായി പല ആവർത്തി നമ്മൾ ചർച്ചകളൊക്കെ നടത്തിയാണ് നമ്മൾ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിച്ചത്. തുടക്കത്തിൽ നമുക്കറിയാം, നിരവധി ആളുകളുടെ വീടുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം ഈ പദ്ധതി വിഭാവനം ചെയ്ത് നമ്മളതിന്റെ ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ട് പോയപ്പോൾ ഏതാണ്ട് 250 വീടുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂവുടമകൾ നിരവധി തവണ നമ്മൾ തിരുവനന്തപുരത്ത് പോയി ബഹുമാനപ്പെട്ട മന്ത്രിയെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഒക്കെ നിവേദനം കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്, എത്രയും വേഗം നമ്മൾ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഭൂവുടമകൾക്ക് അതിന്റെ പണം ലഭ്യമായി എത്രയും വേഗം ഈ ഭൂമി ഏറ്റെടുത്ത് നമ്മുടെ ഈ ഗ്ലോബൽ സിറ്റി എന്ന ഒരു പദ്ധതി നമുക്ക് യാഥാർത്ഥ്യമാക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ റോജി ജോണിന്റെ, പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ മന്ത്രി, ജില്ലാ കളക്ടർ, മറ്റ് ജനപ്രതിനിധികൾ, സഹോദരി സഹോദരന്മാരെ, സ്വാഗത പ്രാസംഗികരും അധ്യക്ഷനും ഇതിന്റെ പശ്ചാത്തലം വിശദീകരിച്ചിട്ടുണ്ട്. കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി പാലക്കാട് മാനുഫാക്ചറിംഗ് സിറ്റിയിൽ, അതിനോട് ചേർന്ന് കൊച്ചിയിലെ അയ്യമ്പുഴയിൽ ഗ്ലോബൽ സിറ്റി, ഇതാണ് ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്തിരുന്നത്. കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോർ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്. 50% ഫണ്ട് സംസ്ഥാന ഗവൺമെന്റിൻ്റെതും 50% യൂണിയൻ ഗവൺമെന്റിൻ്റെതും. എത്ര രൂപയാണോ സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ ചെലവഴിക്കുന്നത്, അത്രയും രൂപ പശ്ചാത്തല സൗകര്യ വികസനത്തിന് യൂണിയൻ ഗവൺമെന്റ് ചെലവഴിക്കും. ഇതാണ് CSPയുടെ സ്വഭാവം. അങ്ങനെ രാജ്യത്തെ വ്യവസായ ഇടനാഴികളുടെ ഭാഗമായി നമ്മുടെ പദ്ധതിക്കും
പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അംഗീകാരം ലഭിക്കില്ല. ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഈ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിഞ്ഞ സംസ്ഥാനം കേരളമാണ്. പാലക്കാട് നമ്മൾ 1710 ഏക്കറാണ് സ്ഥലം ഏറ്റെടുക്കുന്നത്. 10 മാസമാണ് എടുത്തത്. അയ്യമ്പുഴയിൽ അതേ വേഗതയിൽ തുടങ്ങി. പിന്നെ നിങ്ങളുടെ ഒരു സംഭാവന കാരണം 4 മാസം വൈകി. അത് കണ്ടോളൂ. പാലക്കാട് പിന്നെ തടഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭമൊന്നും ഉണ്ടായില്ല. ചർച്ചകൾ നടത്തി എല്ലാ പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഇവിടെ സർവേ പോലും സമ്മതിക്കാത്ത രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങളും മറ്റും ഉയർന്നു വരികയില്ല. 2-3 മാസത്തോളം അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ 500 ഏക്കർ 500 കോടിയാണ് സ്ഥലം ഏറ്റെടുക്കാൻ. കിഫ്ബിയാണ് നമ്മുടെ ഈ പദ്ധതി കിട്ടുമ്പോൾ തന്നെ കിഫ്ബി ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇതിൽ സ്റ്റേറ്റിലെ പണം നമുക്ക് മറ്റടിക്ക് മുടക്കാൻ പറ്റും. മറ്റേ പാലക്കാടുള്ള പൈസ നൽകി നമ്മൾ കൊടുത്തു. ഒരു സ്ഥലത്തും സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം 85% ഏറ്റെടുക്കുമ്പോൾ തന്നെ അനുമതിയിലേക്ക് പോകാമെന്നുള്ളതാണ്. ഇവിടെ വന്ന പ്രശ്നം ഇതിന്റെ കൺസൾട്ടന്റിനെ വരെ നിയോഗിച്ചു DPR തയ്യാറാക്കാൻ. അത് കഴിഞ്ഞപ്പോ സ്ഥലം ഏറ്റെടുക്കാൻ ഇവിടെ എംഎൽഎ പറഞ്ഞിട്ട് ചിലപ്പോൾ രാഷ്ട്രീയ കുഴപ്പം പോയി. നമ്മളപ്പോ സ്ഥലം കൃത്യസമയത്ത് കൊടുക്കാമെന്നുകൊണ്ടാണ് അവിടെ അങ്ങനെയല്ല. ഈ കൺസൾട്ടന്റ് വർക്ക് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് നിർദ്ദേശം വന്നു. ഏതെങ്കിലും ഒന്നും നിർത്തണം. നിർദ്ദേശം വന്നത് ഇത് പോസ് ചെയ്യാൻ പറ്റും. അതാണ് അല്ലേ, പോസ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് നമ്മുടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ തൽക്കാലം ഈ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു നിർദ്ദേശം നൽകി. ഗ്ലോബൽ സിറ്റി അല്ലെ, ഗിഫ്റ്റ് സിറ്റി, അത് ഗുജറാത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാണ്. അപ്പൊ നേരത്തെ ഗിഫ്റ്റ് സിറ്റി എന്ന് തന്നെയാണ് നമ്മൾ യൂണിയൻ ഗവൺമെന്റും തമ്മിലുള്ള പദ്ധതിയിൽ. അത് മാനുഫാക്ചറിംഗ് സിറ്റി, ഇത് ഗിഫ്റ്റ് സിറ്റി. ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, ഫിൻടെക്, ഹൈടെക്, IT അതൊക്കെ ബന്ധപ്പെട്ട ഹൈടെക് മാനുഫാക്ചറിംഗ് ഉൾപ്പെടെയുള്ള മേഖലകൾ. ഇതാണ് ഈ ഗ്ലോബൽ സിറ്റി. ഗ്ലോബൽ സിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബോർഡിംഗ് സിസ്റ്റമാണ്. രാജ്യത്തെ നിയമങ്ങളല്ല ബാധകം, ഇന്റർനാഷണൽ ആയിട്ടുള്ള നിയമങ്ങളാണ്. അപ്പൊ ഗുജറാത്തിൽ ഗിഫ്റ്റ് സിറ്റിയുടെ മോഡൽ എങ്ങനെയോ അതാണ് ഇവിടെ വിഭാവനം ചെയ്ത് അവർ തന്നെ വെച്ചതാണ്. ആ പ്രപ്പോസൽ അനുസരിച്ചാണ് നമ്മൾ അപ്പം പറഞ്ഞ് ഗിഫ്റ്റ് സിറ്റി പറ്റുന്നത്. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു, മുഖ്യമന്ത്രിയൊക്കെ ചർച്ച ചെയ്തു. ഈ ഗിഫ്റ്റ് സിറ്റി ഏതാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ മാറാമെന്ന്. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചിട്ട് ഒരു പേര് കത്തിച്ച് ഉള്ളത് കളയാനില്ല. ഗ്ലോബൽ സിറ്റിയുടെ പുതിയ പേര് നമ്മൾ രജിസ്റ്റർ ചെയ്തു. അപ്പൊ അത് വെച്ച് കൊടുത്തു. കൺസൾട്ടന്റിനോട് പ്രവർത്തനം ആരംഭിക്കാം എന്ന് പറഞ്ഞു. ആ ഘട്ടത്തിലാണ് ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായി ഗ്ലോബൽ സിറ്റി പരിഗണിക്കാൻ കഴിയില്ല, മാനുഫാക്ചറിംഗ് സിറ്റി മാത്രമേ ഇപ്പോൾ ഞങ്ങൾ പരിഗണിക്കാൻ പോകുന്നുള്ളൂ എന്ന എന്ന അഭിപ്രായം. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉടൻ തന്നെ കത്ത് കൊടുത്തു. ഞാൻ തന്നെ പോയി വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രിയുണ്ട്. ഈ പ്രഖ്യാപനം ക്യാബിനറ്റിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇത് ഉൾപ്പെടുത്താനായിട്ട് മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിക്ക് കത്ത് കൊടുത്തു. പ്രധാനമന്ത്രി നേരി കണ്ടപ്പോൾ ചർച്ച ചെയ്തത് ഒരു വിഷയം ഗിഫ്റ്റ് സിറ്റിയുടെ അംഗീകാരമാണ് എന്ന പ്രശ്നം അതിനകത്ത് ഒരു ഭാഗമായി അത് ചർച്ച ചെയ്തു. പക്ഷെ അവർ നിലപാട് മാറ്റിയില്ല. നമ്മുടെ പാലക്കാട് മാനുഫാക്ചറിംഗ് സ്മാർട്ട് സിറ്റിക്ക് അംഗീകാരം നൽകി. നമ്മൾ സ്ഥലം ഏറ്റെടുത്തു. നേരത്തെ തന്നെ കൈമാറാൻ തയ്യാറായി. ഈ കൈമാറി ആദ്യം കൊടുക്കണ്ട, നേരത്തെ MLA പറഞ്ഞല്ലോ, കൈമാറി കൊടുക്കുകയും വേണ്ട. നമുക്ക് പൈസ തരുമ്പോൾ നമ്മൾ കൈമാറിയാൽ മതി. ആദ്യം 100 കോടി നമുക്ക് നൽകി 100 ഏക്കർ നമ്മൾ കൈമാറി. ഇപ്പൊ 200 കോടി അവർ അനുവദിച്ചിട്ടുണ്ട്. 214 ഏക്കർ നമ്മളിപ്പോ കൈമാറുമ്പോൾ SPV നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. SPV നമ്മൾ അവർ ചേർന്ന് കിൻഫ്രയാണ് അതിൽ നമ്മുടെ ഭാഗത്ത് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോ 300 ഏക്കർ ഇപ്പൊ നമ്മൾ അങ്ങനെ കൈമാറി. നമ്മുടെ നേരത്തെ തന്നെ കൈമാറി കൊടുക്കണ്ട. ഈ കേന്ദ്ര അനുമതി നമുക്ക് അനുമതി കിട്ടി അവർ പണം തരുമ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്താൽ മതി. അല്ലാതെ എല്ലാം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണ്ട. ഇപ്പൊ 1710 ഏക്കർ നമ്മൾ എടുത്തെങ്കിലും ഇപ്പൊ 300 ഏക്കറാണ്. 100 ഏക്കർ കൊടുത്തു, 200 ഏക്കർ ഇപ്പൊ കൊടുത്തു, 215 ഏക്കർ, 315 ഏക്കർ ഇപ്പൊ ബാക്കി നമ്മുടെ തന്നെയാണ്. അതുകൊണ്ട് സ്ഥലം കൈമാറി കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമേ ഇല്ല. പിന്നെ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് സബ്ജക്ട് മുന്നോടിയായി പീയൂഷ് ഗോയലിനെ ക്ഷണിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ചർച്ച ചെയ്തു. CMന്റെ മീറ്റിംഗ് പ്രധാനമന്ത്രിയായി വീണ്ടും വിളിച്ചു. അപ്പോ നമ്മൾ തന്നെ പറഞ്ഞതല്ല, ഇത് ഗുജറാത്തിൽ മാത്രം മതിയോ, നമുക്ക് രാജ്യത്ത് എല്ലായിടത്തും ഇങ്ങനെയുള്ള സംവിധാനം വേണ്ടേ എന്ന് തന്നെ കേരളത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നോക്കിയിട്ട് പരിശോധിക്കാം. മറ്റു സംസ്ഥാനങ്ങൾ വേണ്ട നിലപാടില്ല എന്നാണ് പറഞ്ഞെങ്കിലും
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രേഖാമൂല അറിയിപ്പ്. രേഖാമൂല അറിയിപ്പിൽ ഇപ്പോ യൂണിയൻ ഗവൺമെന്റ് ഈ പദ്ധതി ഇതിന്റെ ഭാഗമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം. ഇതാണ് ഒടുവിലത്തെ പൊസിഷൻ. ഇപ്പൊ നമ്മുടെ മുമ്പിൽ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, സ്ഥലം ഏറ്റെടുക്കുന്നത് നമുക്ക് തർക്കമില്ല, നമ്മൾ പണം മാറ്റി വെച്ചിട്ടുണ്ട്, നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്, ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 500 ഏക്കർ 500 കോടിയാണ് നമ്മൾ വകയിരുത്തിയത്. പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചു. മറ്റേ താമസം അങ്ങനെയുള്ള വലിയ സമരമായിരുന്നല്ലോ. ഞാൻ തന്നെ 2-3 കസ്റ്റഡി പങ്കെടുത്തു. കളക്ടർ പങ്കെടുത്തതിന് മുമ്പുള്ള കളക്ടർമാരെല്ലാം പങ്കെടുത്തു. MP, MLA, പഞ്ചായത്ത് പ്രസിഡന്റ്. അന്നിപ്പോ മാറ്റമെന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പൊ തന്നെ ഞങ്ങൾ കൂടെ എടുക്കുമെന്ന് ചോദിച്ചു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോ 358 ഏക്കറിലേക്ക് 500 കോടി കുറഞ്ഞു. 500 കോടിയാണ് നമ്മൾ വകയിരുത്തിയെങ്കിൽ 849 കോടിയിലേക്ക് വർദ്ധിച്ചു. പയ്യമ്പുഴയിൽ ഒരു ഏക്കറിന് ഏകദേശം 2 കോടിക്ക് അടുത്ത് രൂപയിലേക്ക്. ഇനി നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ പറയാനില്ല. ഗവൺമെന്റിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ശരിക്കും യൂണിയൻ ഗവൺമെന്റായിട്ട് ചേർന്നാണെങ്കിൽ 850 അവർ തരണം. എങ്ങനെ കുറച്ചാലും 500 കോടി കൂടി നമ്മൾ കണ്ടെത്തണം. ഈ 358 ഏക്കറിൽ നമുക്ക് ലീസിന് കൊടുക്കാൻ പറ്റുന്നത് 215 ഏക്കറുണ്ട് അല്ലേ? 215 ഏക്കറിന് നമ്മൾ 1400 കോടിയായി. അപ്പോൾ ഒരു സംരംഭകം വരുമ്പോൾ ഒരു ഏക്കറിന് 7 കോടി വേണം. ഒരു ഏക്കറിന് 7 കോടി. മറ്റു സ്റ്റേറ്റിന്റെ സ്ഥലത്തിന് വില വളരെ കുറവല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെ നടത്താൻ പറ്റും? മൂന്നാമത്തെ പ്രശ്നം, ഗിഫ്റ്റ് സിറ്റിക്ക് എല്ലാ നിയമങ്ങളിലും ഇളവുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ ഒരു ഇളവുണ്ടാവില്ല. അപ്പോ ഒരു ഏക്കറിന് 7 കോടി കൊടുക്കും വേണം. ഈ നിയമം മുഴുവൻ അനുസരിക്കും വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇത് ശരിയാക്കി എടുക്കണമെങ്കിൽ ഞാനൊക്കെ നോക്കിയൊന്നു വണ്ടിയിൽ തന്നെ നോക്കി. പിന്നെ നമുക്ക് അറിയാവുന്ന സ്ഥലമാണല്ലോ. 2018 ഞാനിവിടെ പ്രളയത്തിന്റെ അങ്ങ് വന്നു അല്ലേ? നമ്മൾ അങ്ങോട്ട് പോയി ഇങ്ങനെ വന്നപ്പോൾ കഷ്ടിയാണ് കൊടുത്ത് ചിലവ് പോകും. ഇവിടെ വെള്ളം ചെയ്ത് പരിശോധിക്കാൻ ഞാൻ ഇവിടെ സെക്രട്ടറി ആയിരിക്കുന്നു. കണ്ണൂർ പോയി ഇല്ല, നമുക്കറിയാവുന്ന സ്ഥലം തന്നെയാണ്. അപ്പൊ 500 കോടിയെങ്കിലും വേണം ഇതൊക്കെ മാറ്റി ഡെവലപ്പ് ചെയ്ത് കിട്ടും. ഇതാണ് സർക്കാരിന് മുമ്പുള്ള പ്രശ്നം. അപ്പൊ നമ്മൾ എടുത്ത് പണം മുടക്കി ആളുകളുടെ ഇപ്പൊ നമ്മളാണെങ്കിൽ ഇവിടെ അതിനകത്ത് നിയമം പറഞ്ഞ പോലെ മെട്രോ 3ാം ഘട്ടത്തിൽ നെടുമ്പാശ്ശേരി കന്യാകുമാരി വരെയാണ്. അതിൽ ഗിഫ്റ്റ് സിറ്റി വരെ ഉള്ളത് കൂടി നമ്മൾ പഠനത്തിന്റെ ഭാഗമാക്കാൻ കഴിയണോ എന്ന കാര്യം അവിടെ ചർച്ച ചെയ്ത് അത് ഏകദേശം അതിലേക്ക് പോവുകയാണ്. ഇങ്ങോട്ടുള്ള ഒരു 6 വരിപ്പാത നമ്മൾ ഗതിശക്തിയിൽ ഉൾപ്പെടുത്തി അതും ഇതിന്റെ ഭാഗമായി പാരലായിട്ട് നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോ നമുക്ക് താങ്ങാവിനപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ കിൻഫ്രയ്ക്ക് ഇപ്പോൾ ഒരു സൗകര്യമുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം അവർക്ക് വേണമെങ്കിൽ നെഗോഷിയേറ്റ് പർച്ചേസ് ആണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പുതിയ രീതിയിലൂടെ പറഞ്ഞോളൂ. ഇപ്പൊ ഞങ്ങൾ അങ്കമാലി കൊണ്ടുവന്ന സ്ഥലം വെച്ചിരിക്കുന്നതാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ പുതിയ ആധാരങ്ങൾ വരാൻ പറഞ്ഞു. ഞാൻ തെറ്റേന്ന് ദേശീയ ദിവസം തെറ്റേര് നിയമോട് നിയമത്തിന്റെ തുക കൂടി നിൽക്കുമല്ലോ. ഈ അവസാനത്തെ 3 ആധാരം വെച്ചിട്ടാണല്ലോ വില നിശ്ചയിക്കുന്നത്. അതൊരു ഭാഗം. 2 നിയമമനുസരിച്ച് പിന്നെ 12% പരിശീലനം കൊടുക്കണം. ഇത്ര കിട്ടിയാലും വക്കീലന്മാർ പുറകെ ചെയ്തത് ഇത് ഒപ്പിട്ടുണ്ടെങ്കിൽ ബാക്കി ഞങ്ങൾ നോക്കണം. അതിനകത്ത് ഒപ്പുന്നില്ല. കിട്ടിയാ കിട്ടി. ഇപ്പോ പാലക്കാട് നോക്കുമ്പോൾ 1800 കേസാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലവ് കൂടി വന്നാൽ ഒരു ഏക്കറിന് 8-9 കോടി കൊടുത്തിട്ട് ഇവിടെ ആരും വന്നിട്ട് കയറ്റി തുടങ്ങും എന്ന പ്രശ്നം നമ്മുടെ മുമ്പിലേക്ക് വരാറ്. അപ്പോ പൊതുവെ നമ്മളിപ്പം തീരുമാനിക്കുന്നില്ല. ഈ വസ്തുത നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു. ഗവൺമെന്റ് എന്തായാലും ഇവിടെ ഒരു പദ്ധതി തന്നെ തുടങ്ങണം എന്നതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ നമുക്ക് വയബിളായി കൊണ്ടുപോകാവുന്ന രൂപത്തിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ധനകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ ആദ്യഘട്ട ഫണ്ട് നമ്മളിപ്പോൾ കളക്ടർക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗം കൂടി വ്യക്തത വരുത്താതെ നമുക്ക് ഇതിലേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇത് ചർച്ച ചെയ്ത തീരുമാനത്തിലേക്ക് എത്താൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഒരാൾക്ക് പറയാം. ബാക്കി കളക്ടറെ ചുമതലപ്പെടുത്തുക. പഞ്ചായത്ത് ബാക്കിയുള്ളവർ ഇടപെട്ടിട്ട് പൊതുധാരണ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇതുമായി തന്നെ പോകാമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അതല്ല ഞങ്ങൾക്ക് ഇതിന്നാൽ തന്നെയാണ് ഇത് വിൽക്കാനും MLA പറഞ്ഞല്ലോ ക്രയം ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് പിൻവലിച്ചാൽ മതി.
ക്രയവിക്രയത്തിനുള്ള തടസ്സം നമുക്ക് വേഗത്തിൽ തന്നെ ഇല്ലാതാക്കാം. ഈ പദ്ധതിയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് പിൻവലിക്കാൻ കഴിയും. കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിൽക്കാനും വാങ്ങാനുള്ള തടസ്സമാണ് എന്നല്ല പറഞ്ഞത്, അത് ആ തടസ്സം നമുക്ക് ഒഴിവാക്കുകയും ചെയ്യും. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ സർക്കാരിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെ ഒരു പദ്ധതി നമുക്ക് നാടിന്റെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന രൂപത്തിൽ തന്നെയാണ്. ഇപ്പം ഇൻവെസ്റ്റ് സബ്മിറ്റ് നമുക്ക് പ്രപ്പോസൽ ഉണ്ട്. ഒരു പ്രപ്പോസൽ ഇവിടെ തന്നെയാണ് വലിയൊരു ടൗൺഷിപ്പിന്റെ അത് എല്ലാ വെച്ച് നോക്കാറുണ്ട്. എങ്കിലും അവർ തന്നെ ഉദ്യോഗസ്ഥർ നമ്മൾ ചുമതലപ്പെടുത്തി നമ്മൾ ഏത് പ്രപ്പോസൽ വന്നാലും മോഡൽ ഓഫീസ് ഉണ്ടാവും. സാധ്യമാകുന്ന നിയമപ്രകാരം സാധ്യമാകുന്നില്ല. അവരൊരു വലിയ നിക്ഷേപമാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. 1500-2000 കോടിയുടെ നിക്ഷേപമാണ്. 2000 ആദ്യഘട്ടം 5000 രൂപ എത്തുന്ന വലിയ നിക്ഷേപമാണ്. അതുകൂടി വരുമ്പോൾ അയ്യമ്പുഴ എന്നുള്ളത് ചിലപ്പോൾ ഇന്ത്യയിലെ തന്നെ നല്ലൊരു സ്ഥലമായിട്ട് മാറും. ആ സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. സ്ഥലവും നോക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് കളക്ടറെ ചുമതലപ്പെടുത്താം. നിങ്ങളുടെ ഏതെങ്കിലും 2-3 പദ്ധതികൾ കൂടി ഭൂവുടമകളുടെ അവരെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്താം. എന്നിട്ട് നമുക്ക് ഭാവിയിൽ ഈ സംരംഭം കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു പൊതുധാരണയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. ഗവൺമെന്റിന്റെ ഈ പ്രിൻസിപ്പൽ കാഴ്ചപ്പാട് ഈ പദ്ധതി നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നടത്തുമ്പോൾ പറ്റാതൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കും. അതിന്റെ കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാവുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2019 ഗവൺമെന്റിന്റെ ഫസ്റ്റ് ഓർഡർ ഇറങ്ങിയതാണ്. ജിയോ ഇറങ്ങിയിട്ടുണ്ട്. അതിനെ തുടർന്ന് 2020 540 ഏക്കർ ഭൂമി, അതിനെ തുടർന്ന് സമരവും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് പിന്നെ അത് 358 ഏക്കറാകെ ഭൂമിയായിട്ട് കുറയുകയും ചെയ്തു. ഇതിന് ശേഷം ഇതിന്റെ ഫോർമൽ നോട്ടിഫിക്കേഷൻ 2021 ഒക്ടോബർ 4 വരികയും ഇലവൻമൺ നോട്ടിഫിക്കേഷൻ 2021 ഒക്ടോബർ 19 വരികയും ചെയ്തു. പിന്നീട് ഇത് 1 ഇയർ വാലിഡിറ്റി ആണ് ഈ നോട്ടിഫിക്കേഷന്. പിന്നീട് ഇത് പല പ്രാവശ്യം 6 മാസം വീതം ഈ നോട്ടിഫിക്കേഷൻ എക്സ്റ്റൻഷൻ ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഞങ്ങൾ പലവട്ടം ബഹുമാനപ്പെട്ട രാജ്യ മിനിസ്റ്റർ അടുത്തും മുഖ്യമന്ത്രി നടത്തിയ നവകേരള ദിവസം ഉൾപ്പെടെ ഈ രീതിയിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനും MLA-യും കളക്ടർക്കും തിരുപ്പുറയുടെ മാലിയും കടത്തും തിരിച്ചോടെ ചെണ്ടമാലയുടെ തഹസിലിനോട് ഉൾപ്പെടെ പല സ്ഥലത്തും ഞങ്ങൾ ഇതിൽ പോയി നിവേദനം കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഉടൻ തന്നെ ഭൂമി എടുക്കുമെന്നും ഇതിന് വേണ്ട നടപടികളായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും തിരുപ്പുറയും ഇൻഡസ്ട്രിയൽ വകുപ്പും കിഫ്ബിയും തമ്മിലൊരു ട്രൈപാർട്ടി എഗ്രിമെന്റ് സൈൻ ചെയ്യാനുണ്ടെന്നും അത് സൈൻ ചെയ്ത ഉടൻ തന്നെ കിഫ്ബിയിൽ ഫണ്ട് കണ്ടെത്തുന്ന മുറയ്ക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ എത്രയും നേരം പൂർത്തിയാക്കുമെന്നും ഞങ്ങളോട് പലർക്കും അറിയിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി തന്നെ ഈ വിഷയം പല വേദികളിലും സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് മഞ്ഞപ്പുറയില് ഗ്രാമപഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴും ഞങ്ങൾ മന്ത്രിക്ക് നിവേദനം കൊടുക്കുകയും അവിടെ ഇതിനെക്കുറിച്ച് ആകെ 3 മിനിറ്റ് സംസാരിച്ച് 2 മിനിറ്റ് ഗ്ലോബൽ സിറ്റിനെ കുറിച്ചാണ് സാർ സംസാരിക്കുകയും ചെയ്തത്. പിന്നീട് മുന്നോട്ട് പറഞ്ഞു ഇതിപ്പോ കേന്ദ്ര സർക്കാർ പോസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പിന്നീട് പറഞ്ഞു ഇതിന്റെ ഗിഫ്റ്റ് സിറ്റി എന്നുള്ള പേര് ഗ്ലോബൽ സിറ്റിന്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞു. അതിന് തയ്യാറാണെന്ന് പറഞ്ഞത് മാറ്റിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ തിരുവനന്തപുരത്തും എറണാകുളം ജില്ലാ കളക്ടർക്കും മന്ത്രിയുടെയും MLA-യുടെയും പുറകെ ഇതിനെ നടത്താൻ തുടങ്ങിയിട്ട് വർഷം കുറയും. ഞങ്ങൾക്ക് ഇങ്ങനെ കിടക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. നമുക്ക് ഒരു ടൈമുള്ളൂ. അത് സാറ് ഇപ്പൊ സർക്കാർ എന്താണ് നിശ്ചയിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഇത് പ്രൊജക്ട് അക്വിസിഷനായിട്ട് മുന്നോട്ട് പോയി പദ്ധതിയുടെ വന്ന് നമ്മുടെ വിദേശത്തേക്ക് ഒരുപാട് വിദ്യാർത്ഥികളിൽ നിന്ന് ഇവിടെ ഫസ്റ്റ് വേണ്ടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അതിനൊക്കെ നമ്മളൊരു തരണം ചെയ്യാനായിട്ട് നാട്ടിൽ എത്രയും വേണ്ടി ഇത്രയും നല്ലൊരു പദ്ധതി കൊണ്ടുവന്ന് ഇവിടെ നാട്ടിൽ തന്നെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം കൊടുക്കുകയും ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന വികസനത്തിന് ഇത് ഏറ്റവും മുതൽക്കൂട്ടാവുന്ന ഞങ്ങൾക്ക് അറിയാം. ഇത് എറണാകുളം ജില്ലയിൽ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്ത് ഇത്രയും നല്ല ഭൂമി 358 ഏക്കർ ഭൂമിയും ഒറ്റ ഒരു വില്ലേജില് ഒരു ബ്ലോക്കില് ബ്ലോക്ക് 19 3 വാർഡിലായിട്ട് കിട്ടാന്ന് വെച്ചിട്ട് എന്തുകൊണ്ടാണ് സർക്കാർ ഇതിന് ഇത്രയും ഡിലേ വരുന്ന ആവശ്യം എന്താണ്? സർക്കാരിന് ഇതിന് ഫണ്ട് കണ്ടെത്തിയിട്ട് എനിക്കറിയാം 2021 മാർച്ച് 15-ാം തീയതി കിഫ്ബി കിൻഫ്രയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. കിഫ്ബിക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. ഈ കിഫ്ബി കിൻഫ്രയ്ക്ക് പൈസ കൊടുത്തത് ഈ മാസം 2025 ഫെബ്രുവരി 15-ാം തീയതി പൈസ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പോലും ഇതിന് വീണ്ടും 2 മാസത്തിൽ കൂടുതലായിട്ട് ഈ പൈസ കൊടുത്തത്. അതിനുശേഷം ഇതിന്റെ പേര് മാറ്റി നടന്നിട്ടുള്ളൂ എനിക്ക് വ്യക്തമാക്കാൻ വേണ്ടി. ശരിക്കും ഞങ്ങളെ പോലെ സാധാരണ ജനങ്ങൾ ഞങ്ങൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഭൂമിക്കും നമ്മുടെ ലൈഫിനൊക്കെ നമുക്ക് ഒരു ഒറ്റ ലൈഫ് ഉള്ളൂ. അത് ഇങ്ങനെയായിട്ട് നമ്മളെ ഞങ്ങളുടെ 5 വർഷം നഷ്ടപ്പെട്ടതിന് ശരിക്കും 15 വർഷത്തിന്റെ വിലയുണ്ട്. എത്രയും വേഗം ഈ ഭൂമി ഏറ്റെടുത്ത് ഇതിനു വേണ്ട നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇതിനുവേണ്ടി ഒരുപാട് വട്ടം ഞങ്ങൾ ഇതിന്റെ പുറകെ മിനിസ്റ്ററുടെ കളക്ടർ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പല വട്ടമായി നിങ്ങൾ എന്റെ അടുത്ത് വരുന്നു. അദ്ദേഹം പറഞ്ഞതിനുള്ള ഒരു കുഴപ്പം സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് കൊടുത്തിട്ട് കിട്ടാത്തതാണ്. ഫണ്ട് കൊടുത്തിരിക്കുന്നത് കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായിട്ടുള്ള ഗിഫ്റ്റ് സിറ്റിക്കാണ്. ഇപ്പൊ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അംഗീകാരം കിട്ടാതെ കൊടുത്തതിന് കിഫ്ബി വല്ല മറുപടി വരും. കിഫ്ബിക്ക് ആവശ്യപ്പെട്ട് ഫണ്ട് കൊടുത്തു. ഇവരെല്ലാം അതിന് മറുപടി വേണ്ടി വരും. കാരണം നമുക്ക് ഫണ്ട് കൊടുത്തിരിക്കുന്ന ഈ പദ്ധതിക്കാണ്. അപ്പൊ നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന പരാമർശം കണ്ടുകൂടാൻ
അദ്ദേഹം ശരിക്കും പറഞ്ഞനുസരിച്ച് ഡൽഹി ഇരിക്കുന്നത് കൊണ്ടുവരും, അല്ലെങ്കിൽ ഡൽഹി ഇവിടെ നിന്ന് നടന്നത്. ഞങ്ങൾ ഗവൺമെന്റ് ഞാൻ പറഞ്ഞല്ലോ വളരെ ക്ലിയർ ആയിരുന്നു, പൈസ ഉൾപ്പെടെ നമ്മൾ മാറ്റി വെച്ചെടുക്കണം. പക്ഷെ ഇപ്പോൾ പ്രത്യേക സാഹചര്യം വന്നിരിക്കുന്നു. എന്നാലും ബാക്കി ആളുകൾ പറഞ്ഞത് ശരിയാണ്, നമുക്കിത് തുടങ്ങണം തന്നെയാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട്. പക്ഷെ വലിയ ബാധ്യത ഏറ്റെടുത്തിട്ട് നമുക്ക് എയർപോർട്ടിന്റെ അടുത്ത് വേറെ സ്ഥലം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്, പക്ഷെ അതെല്ലാം നമ്മൾ ഏറ്റെടുക്കാതെ തോന്നാൻ എല്ലാ ഭാഗവും നോക്കുമല്ലോ, വൈകിട്ട് ആകണം. അപ്പൊ അതിൽ ഇപ്പൊ ഞങ്ങൾ കണ്ടിട്ടുള്ളത് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം. ഒന്നുകൂടി കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്, ഇല്ലെങ്കിലും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അപ്രതീക്ഷിതമായ ചെലവുകൾ നമുക്ക് കണ്ട് പദ്ധതിയായിട്ട് പോകാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടിട്ടുള്ളതെങ്കിലും കിട്ടുക, ഇനിയും ബാക്കിയിലേക്ക് പോയാൽ നമുക്ക് പദ്ധതി കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ജില്ലാ കളക്ടറും എം പി പഞ്ചായത്ത് നിന്നുള്ള ഭൂപ്രതിനിധി ഉടമകളുമായിട്ട് ആശയവിനിമയം നടത്തും. എന്നിട്ട് എങ്ങനെയാണ് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ടുള്ളത് സംരക്ഷിച്ചും പദ്ധതി കൊണ്ടുപോകാൻ പ്രായോഗികമായിട്ട് എന്താണ് കഴിയുക എന്നുള്ളത് നോക്കിയിട്ട് ഒരു നിർദ്ദേശം ഗവൺമെന്റ് മുമ്പിൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ നൽകുക. നല്ല അടിസ്ഥാനത്തിൽ നമുക്ക് തുടർ നടപടികൾ ഏതാണെന്നുള്ളത് 2 ആഴ്ചക്കുള്ളിൽ 3 ആഴ്ചക്കുള്ളിൽ തന്നെ മുമ്പോട്ട് ഭാരതമായിട്ട് കൊല്ലാനാണോ നമുക്ക് ആ 3 ആഴ്ചക്കുള്ളിൽ തന്നെ തീരുമാനിക്കാം എന്താണ് പരമാവധി പദ്ധതിയിലേക്ക് പോകുക തന്നെയാണ് ഗവൺമെന്റ് കാഴ്ചപ്പാട്. അതായത് നിങ്ങൾ എല്ലാം സഹകരിച്ചിട്ടുണ്ട്, ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ മറ്റെല്ലാം അതിന് പ്രത്യേക പങ്കുവയ്ക്കുന്നു. നിങ്ങൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഭൂമിയുടെ വില മാത്രമല്ല ഈ പ്രദേശവുമായി ചുറ്റും എല്ലാം സ്വഭാവം മാറും. പുതിയ തൊഴിൽ, പുതിയ അവസരങ്ങൾ, അനുബന്ധ തൊഴിലുകൾ എല്ലാം തന്നെ വരാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതിനെല്ലാവരും സഹകരണം ഉണ്ടാകണം. ഇവരെ ബോധപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ യോഗം അവസാനിപ്പിക്കാമെന്നാണ് എല്ലാവർക്കും.